ഈ ഭൂമിയിലെ ഏറ്റവും വിസ്മയകരവും പ്രകൃതിയുടെ നിയമങ്ങളെ വെല്ലുവിളിക്കുന്നതുമായ ഒരു വലിയ നിർമ്മാണ പ്രവർത്തനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. മനുഷ്യന്റെ ബുദ്ധിയും കഠിനാധ്വാനവും ഒത്തുചേരുമ്പോൾ അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാകും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ മലയിടുക്കുകളിലൊന്നിൽ ആയിരക്കണക്കിന് മീറ്റർ താഴേക്ക് കുത്തനെ പതിക്കുന്ന ഒരു വലിയ നദിയുടെ കുറുകെയാണ് ഈ മഹാപദ്ധതി ഒരുങ്ങുന്നത്. ലോകം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീമാകാരമായ ജലവൈദ്യുത പദ്ധതികളിൽ ഒന്നാണിത്. ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായ വലിയ ഡാമുകളെല്ലാം ഇതിന്റെ മുന്നിൽ ചെറുതായി പോകും വിധത്തിലുള്ള വിപുലമായ പണികളാണ് ഇവിടെ നടക്കുന്നത്. അമ്പരപ്പിക്കുന്ന മുതൽമുടക്കിൽ ആരംഭിച്ച ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിലാണ് മുന്നോട്ടു പോകുന്നത്. പ്രകൃതിയുടെ ഏറ്റവും ദുഷ്കരമായ അന്തരീക്ഷത്തിൽ ആരും എത്തിപ്പെടാൻ മടിക്കുന്ന മലനിരകൾക്കിടയിലാണ് ഈ അത്ഭുത നിർമ്മാണം യാഥാർത്ഥ്യമാകുന്നത്. എന്നാൽ ഈ വലിയ പദ്ധതിയുടെ താഴേക്ക് വെള്ളമൊഴുകിയെത്തുന്ന രാജ്യങ്ങൾ വലിയ ആശങ്കയോടെയാണ് ഈ കാര്യങ്ങൾ വീക്ഷിക്കുന്നത്. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവന്റെയും ജീവിതത്തിന്റെയും ഭാഗമായ ഈ നദിയുടെ നിയന്ത്രണം ഒരു രാജ്യത്തിന്റെ കൈകളിൽ മാത്രം ഒതുങ്ങുമ്പോൾ അത് വലിയ ചർച്ചകൾക്കും കാരണമാകുന്നുണ്ട്. എങ്കിലും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് എഞ്ചിനീയറിംഗ് രംഗത്തെ പുതിയ ചരിത്രം കുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ. ഈ പദ്ധതിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഓരോ ഘട്ടവും അതിശയിപ്പിക്കുന്നതാണ്. ഒരു വലിയ ആശയം മനസ്സിൽ രൂപപ്പെടുമ്പോൾ അത് യാഥാർത്ഥ്യമാക്കാൻ എത്രത്തോളം കഠിനാധ്വാനം ആവശ്യമാണെന്ന് ഈ ദൗത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യാതൊരുവിധ റോഡ് സൗകര്യങ്ങളുമില്ലാത്ത, മനുഷ്യവാസമില്ലാത്ത ഈ മലനിരകളിലേക്ക് ആദ്യമായി എന്തെത്തിക്കണം എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. ഭാരമേറിയ യന്ത്രസാമഗ്രികളും ലക്ഷക്കണക്കിന് ടൺ സിമന്റും സ്റ്റീലും എത്തിക്കാൻ ആദ്യം ഒരു വലിയ റോഡ് ശൃംഖല തന്നെ ഇവിടെ നിർമ്മിക്കേണ്ടി വന്നു. മലയിടുക്കുകളുടെ ഭിന്നഭാഗങ്ങൾ തകർത്ത് പുതിയ വഴികൾ വെട്ടിമാറ്റുകയും വലിയ പാലങ്ങൾ നിർമ്മിക്കുകയും ചെയ്തുകൊണ്ടാണ് ഗതാഗത സൗകര്യം ഒരുക്കിയത്. ദിവസങ്ങളോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആവശ്യമായ റോഡുകൾ യാഥാർത്ഥ്യമായത്. റോഡുകൾ എത്തിച്ചേരാൻ തികച്ചും അസാധ്യമായ ഇടങ്ങളിൽ അത്യാധുനിക ഹെലികോപ്റ്ററുകളെയാണ് ഇതിനായി ആശ്രയിച്ചത്. അടിയന്തരമായി എത്തിക്കേണ്ട ഉപകരണങ്ങളും പ്രധാനപ്പെട്ട ഭാഗങ്ങളുമെല്ലാം ആകാശമാർഗം കൃത്യസമയത്ത് എത്തിക്കാൻ ഈ ഹെലികോപ്റ്ററുകൾ വലിയ പങ്കുവഹിച്ചു. ഇതിനു പുറമെ മലയിടുക്കിന്റെ ഇരുവശങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് വലിയ കേബിൾ കാർ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കുകയുണ്ടായി. മണിക്കൂറുകളോളം യാത്ര ചെയ്യേണ്ട ദൂരങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ താണ്ടാൻ ഈ കേബിൾ കാറുകൾ തൊഴിലാളികളെ സഹായിച്ചു. കോടികൾ ചെലവഴിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഈ പ്രാരംഭ ലോജിസ്റ്റിക്സ് ശൃംഖലയാണ് പണികൾ വേഗത്തിലാക്കാൻ സഹായിച്ചത്. പ്രധാനപ്പെട്ട ഡാമിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിക്കുന്നതിനു മുൻപ് തന്നെ ആ പ്രദേശത്തേക്ക് ആവശ്യമായ വൈദ്യുതി എത്തിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. ഭീമാകാരമായ യന്ത്രങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ശക്തമായ വൈദ്യുതി പ്രവാഹം വേണം. അതിനായി റോഡിന്റെ അതേ പാതയിലൂടെ വലിയ വൈദ്യുതി ലൈനുകൾ വലിച്ചെടുക്കുകയും തൊഴിലാളികൾക്കായി ചെറിയ ക്യാമ്പുകൾ നിർമ്മിക്കുകയും ചെയ്തു. ഈ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തിയായതോടെയാണ് യഥാർത്ഥ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. നദിയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ മാറ്റുക എന്നതായിരുന്നു അടുത്തതായി ചെയ്യേണ്ടിയിരുന്ന ഏറ്റവും വലിയ കാര്യം. കോടിക്കണക്കിന് ലിറ്റർ വെള്ളം കുത്തനെ ഒഴുകിവരുന്ന ആ നദിയെ താൽക്കാലികമായി മറ്റൊരു വഴിയിലൂടെ തിരിച്ചുവിടേണ്ടതുണ്ട്. അതിനായി മലയിടുക്കിന്റെ ഒരു ഭാഗത്ത് കൂറ്റൻ സ്ഫോടനങ്ങൾ നടത്തി പുതിയൊരു വഴി വെട്ടിമാറ്റി. കോടിക്കണക്കിന് വർഷം പഴക്കമുള്ള ശക്തമായ പാറകൾ തകർക്കാൻ വലിയ സ്ഫോടക വസ്തുക്കളാണ് ഉപയോഗിച്ചത്. കൃത്യമായ പ്ലാനിംഗിലൂടെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മലയിടുക്കിന്റെ വലിയൊരു ഭാഗം തകർത്തെറിയുകയും പുതിയ ജലപാത രൂപപ്പെടുകയും ചെയ്തു. ഇതിനുശേഷം നദി പുതിയ വഴിയിലൂടെ ഒഴുകിത്തുടങ്ങി. നദി ഒഴുക്കിൽ നിന്ന് മാറി വന്നതോടെ വർഷങ്ങളായി വെള്ളത്തിനടിയിൽ കിടന്നിരുന്ന ആ പഴയ നദീതടം പൂർണ്ണമായും വരണ്ടുണങ്ങി പുറത്തുവന്നു. ഭൂമിശാസ്ത്രപരമായ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആ നദി തന്റെ സ്വാഭാവികമായ വഴിമാറി ഒഴുകുന്നത്. അങ്ങനെ നദിയുടെ അടിത്തട്ട് തൊഴിലാളികളുടെ മുന്നിൽ തെളിഞ്ഞുവന്നു. വർഷങ്ങളായി വെള്ളം മൂടിക്കിടന്നിരുന്ന ആ പാറക്കെട്ടുകൾ വളരെ വ്യക്തമായി പരിശോധിക്കാൻ എഞ്ചിനീയർമാർക്ക് കഴിഞ്ഞു. ചെറിയ രീതിയിലുള്ള അവശിഷ്ടങ്ങളും മണ്ണും പൂർണ്ണമായും നീക്കം ചെയ്ത് അടിസ്ഥാനം കൂടുതൽ ശക്തമാക്കി. ഹിമാലയൻ മലനിരകളിലെ പാറകളിൽ ഉണ്ടാകാനിടയുള്ള ചെറിയ വിള്ളലുകൾ പോലും പ്രത്യേക സിമന്റ് ഗ്രൗട്ടിംഗ് വഴി പൂർണ്ണമായും അടച്ചുറപ്പുള്ളതാക്കി. ഇതിലൂടെ ഡാമിന്റെ അടിയിലൂടെ വെള്ളം ചോർന്നു പോകാനുള്ള സാധ്യത പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ടു. ഡാമുകളുടെ നിർമ്മാണം ഒറ്റ സ്ഥലത്ത് മാത്രമല്ല, ഒരേ സമയം പല ഭാഗങ്ങളിലായാണ് പുരോഗമിക്കുന്നത്. മലയിടുക്കിന്റെ വിവിധ ഭാഗങ്ങളെ വലിയൊരു നിർമ്മാണ മേഖലയായി മാറ്റിക്കൊണ്ട് ഒരേ സമയത്ത് 5 വലിയ ഡാമുകളുടെ പണികളാണ് ഇവിടെ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി മല തുരന്നുകൊണ്ടുള്ള കൂറ്റൻ തുരങ്കങ്ങളുടെ നിർമ്മാണവും വളരെ പ്രാധാന്യമർഹിക്കുന്നു. മലനിരകളുടെ അടിയിലൂടെ 20 കിലോമീറ്ററിലധികം ദൂരത്തിൽ തുരങ്കങ്ങൾ നിർമ്മിക്കാൻ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ടണൽ ബോറിംഗ് മെഷീനുകളാണ് ഉപയോഗിച്ചത്. ആയിരക്കണക്കിന് കഷണങ്ങളായി ഫാക്ടറിയിൽ നിന്ന് കപ്പൽ മാർഗവും റോഡ് മാർഗവും എത്തിച്ച ഈ വലിയ യന്ത്രം അസംബ്ലി ചെയ്യാൻ തന്നെ മാസങ്ങൾ വേണ്ടിവന്നു. ടങ്സ്റ്റൺ കാർബൈഡ് കൊണ്ട് നിർമ്മിച്ച 100 കണക്കിന് കട്ടിംഗ് ഡിസ്കുകൾ ഘടിപ്പിച്ച ഈ യന്ത്രം കട്ടിയുള്ള പാറകളെ വളരെ എളുപ്പത്തിൽ തുരന്നു മുന്നേറി. തുരങ്കത്തിനുള്ളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ വലിയ ചൂടും ശബ്ദവും നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് പണികൾ പൂർത്തിയാക്കിയത്. തുരങ്കം മുന്നോട്ടു പോകുമ്പോൾ തന്നെ അതിന്റെ ഭിത്തികൾ തകരാതിരിക്കാൻ കോൺക്രീറ്റ് വളയങ്ങൾ കൃത്യമായ ഇടവേളകളിൽ സ്ഥാപിച്ചു. തുരങ്ക നിർമ്മാണത്തിനിടയിൽ ഭൂഗർഭജലം തടസ്സമായി എത്തിയപ്പോഴെല്ലാം
ഉയർന്ന മർദ്ദത്തിൽ സിമന്റ് ഗ്രൌട്ട് ചെയ്ത് ആ പ്രശ്നങ്ങളെല്ലാം എഞ്ചിനീയർമാർ വിജയകരമായി പരിഹരിച്ചു. മലനിരകളിലെ ചെറിയ ചലനങ്ങൾ പോലും മുൻകൂട്ടി അറിയാൻ തുരങ്കത്തിന് ഉള്ളിൽ പ്രത്യേക സെൻസറുകളും സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തുരങ്ക നിർമ്മാണങ്ങൾ പൂർത്തിയായി പുറത്തേക്കെത്തിയപ്പോൾ വലിയൊരു ചരിത്രമാണ് പിറന്നത്. ഈ തുരങ്കങ്ങൾ വഴി എത്തുന്ന വെള്ളം പിന്നീട് നേരിട്ട് പതിക്കുന്നത് കൂറ്റൻ ടർബൈനുകളിലാണ്. ഡാമിന്റെ നിർമ്മാണത്തിനായി റോളർ കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് രീതിയാണ് വ്യാപകമായി ഉപയോഗിച്ചത്. സാധാരണ കോൺക്രീറ്റ് നിർമ്മാണത്തേക്കാൾ വേഗത്തിൽ പണികൾ തീർക്കാൻ ഇത് സഹായിച്ചു. വലിയ ട്രക്കുകളിൽ എത്തിക്കുന്ന കോൺക്രീറ്റ് മിശ്രിതം കൃത്യമായ പാളികളായി നിരത്തുകയും ഭാരമേറിയ റോളറുകൾ ഉപയോഗിച്ച് അമർത്തി ഉറപ്പിക്കുകയും ചെയ്തു. കടുത്ത തണുപ്പുള്ള കാലാവസ്ഥയായതിനാൽ കോൺക്രീറ്റിന്റെ താപനില നിയന്ത്രിക്കാൻ പ്രത്യേക തണുപ്പിക്കൽ പൈപ്പുകളും ഡാമിനുള്ളിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസവും പണികൾ പുരോഗമിക്കുമ്പോൾ ഡാമിന്റെ ഭിത്തികൾ ഉയർന്നുവന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഓരോ ഘട്ടവും കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഗുണനിലവാരമില്ലാത്ത ഏതെങ്കിലും ഭാഗങ്ങൾ കണ്ടെത്തിയാൽ അവ ഉടൻ തന്നെ തകർത്ത് വീണ്ടും നിർമ്മിക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിലുള്ള കർശനമായ പരിശോധനകളാണ് പദ്ധതിയുടെ ഉറപ്പ് വർദ്ധിപ്പിച്ചത്. ഡാമുകളുടെ നിർമ്മാണം പൂർത്തിയായതോടെ താൽക്കാലികമായി നിർമ്മിച്ച അണക്കെട്ടുകൾ തകർത്തു മാറ്റുകയും വെള്ളം പുതിയ റിസർവോയറിലേക്ക് വന്നു തുടങ്ങുകയും ചെയ്തു. നദിയുടെ ഒഴുക്ക് തടഞ്ഞു നിർത്തിക്കൊണ്ട് വലിയ ജലസംഭരണികൾ രൂപപ്പെട്ടു. ഈ ജലസംഭരണികളിൽ നിന്നുള്ള വെള്ളം കൂറ്റൻ പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴി താഴെയുള്ള ടർബൈനിലേക്ക് പതിക്കുന്നു. ഓരോ ഡാമിനും താഴെയായി വലിയ പവർ ഹൌസുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ജലത്തിന്റെ ശക്തിയെ വൈദ്യുതിയാക്കി മാറ്റുന്ന പ്രധാനപ്പെട്ട ജനറേറ്ററുകളും ടർബൈനുകളും പ്രവർത്തിക്കുന്നത്. 1000 മെഗാവാട്ട് ശേഷിയുള്ള കൂറ്റൻ ടർബൈനുകളാണ് ഓരോ പവർ ഹൌസിലും സ്ഥാപിച്ചിരിക്കുന്നത്. ജലം വളരെ ശക്തമായി കറങ്ങുമ്പോൾ ടർബൈൻ റണ്ണർ കറങ്ങുകയും അതിലൂടെ വലിയ തോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ ഭീമാകാരമായ ടർബൈൻ ഭാഗങ്ങൾ നിർമ്മിച്ച ശേഷം വിദൂര സ്ഥലങ്ങളിൽ നിന്ന് വലിയ ട്രെയിനുകളിലും ട്രക്കുകളിലും കയറ്റിയാണ് മലയിടുക്കുകളിലെത്തിച്ചത്. മില്ലിമീറ്ററിന്റെ കൃത്യതയോടെയാണ് ഓരോ ടർബൈൻ ഭാഗങ്ങളും ഘടിപ്പിച്ചത്. ചെറിയൊരു വ്യതിചലനം പോലും വലിയ തകർച്ചയ്ക്ക് കാരണമാകും എന്നതിനാൽ എഞ്ചിനീയർമാർ അതീവ ജാഗ്രതയോടെയാണ് ഈ ജോലികൾ പൂർത്തിയാക്കിയത്. രാപ്പകലില്ലാതെ 3 ഷിഫ്റ്റുകളിലായി ആയിരക്കണക്കിന് തൊഴിലാളികളാണ് ഈ നിർമ്മാണ സ്ഥലത്ത് ജോലി ചെയ്തത്. മലനിരകളുടെ പ്രതികൂല കാലാവസ്ഥയും മണ്ണിടിച്ചിൽ പോലുള്ള അപകടങ്ങളും ജോലികൾക്കിടയ്ക്കിടെ തടസ്സം സൃഷ്ടിച്ചെങ്കിലും ആത്മവിശ്വാസത്തോടെ തൊഴിലാളികൾ മുന്നോട്ടുപോയി. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ദൂരസ്ഥലങ്ങളിലേക്ക് സുരക്ഷിതമായി എത്തിക്കാൻ വലിയ ഗ്യാസ് ഇൻസുലേറ്റഡ് സ്വിച്ച് ഗിയറുകളും ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈനുകളും സ്ഥാപിച്ചിരിക്കുന്നു. മലനിരകളുടെ മുകളിൽ നിന്ന് തുടങ്ങി ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരത്തേക്ക് വ്യാപിച്ചുകിടക്കുന്ന ഈ ട്രാൻസ്മിഷൻ ലൈനുകൾ വഴി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. ഒരു കേന്ദ്രീകൃത കൺട്രോൾ റൂമിൽ നിന്നാണ് ഈ മുഴുവൻ സംവിധാനങ്ങളും ഒരേ സമയം നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇത്രയും വലിയ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ അത് പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയെയും താഴേക്ക് ഒഴുക്കിനെ ആശ്രയിക്കുന്ന ജനങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്നത് വലിയ ചർച്ചാവിഷയമാണ്. ഈ നദി കടന്നുപോകുന്ന അയൽരാജ്യങ്ങൾ വലിയ ആശങ്കയോടെയാണ് ഈ പദ്ധതിയുടെ ഓരോ നീക്കവും വീക്ഷിക്കുന്നത്. ദശലക്ഷക്കണക്കിന് ആളുകൾ കുടിവെള്ളത്തിനും കൃഷിക്കും മറ്റു ആവശ്യങ്ങൾക്കുമായി ഈ നദിയെയാണ് ആശ്രയിക്കുന്നത്. നദിയിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം അതേ അളവിൽ വെള്ളം വീണ്ടും താഴേക്ക് ഒഴുക്കിവിടുന്നുണ്ടെങ്കിലും നദിയുടെ സ്വാഭാവികമായ സ്വഭാവം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും മനുഷ്യന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയൊരു മാറ്റത്തിനാണ് ഈ മലയിടുക്ക് സാക്ഷ്യം വഹിക്കുന്നത്. പ്രകൃതിയുടെ വലിയ തടസ്സങ്ങളെയും മലനിരകളുടെ ദുഷ്കരമായ സാഹചര്യങ്ങളെയും മറികടന്നുകൊണ്ട് മനുഷ്യൻ നേടിയ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ലോകത്തിന്റെ ഊർജ്ജ മേഖലയിൽ വലിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഈ പദ്ധതി പൂർണ്ണമായി യാഥാർത്ഥ്യമാകുമ്പോൾ അത് ചരിത്രത്തിൽ പുതിയൊരു അധ്യായം തന്നെ എഴുതിച്ചേർക്കും.